നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഹൂ കെയേഴ്സ് MLA കോൺഗ്രസിന് ഇപ്പോൾ വലിയ തലവേദനയായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു MLAക്ക് ആ പാർട്ടിയുടെ നേതാക്കളും അണികളും യൂത്ത് കോൺഗ്രസുകാരും കൊടുത്ത പേരാണ് ഹൂ കെയേഴ്സ്. കാരണം എന്ത് ചോദ്യം പത്രപ്രവർത്തകർ ചോദിച്ചാലും മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും അദ്ദേഹം മറുപടി പറയും അത്രേ, ഹൂ കെയേഴ്സ്. എന്തായാലും ഈ ഹൂ കെയേഴ്സ് MLAക്കെതിരെ ഇപ്പോൾ വീണ്ടും ഒരു ടെലിവിഷൻ അവതാരക കൂടി ഭംഗ്യന്തരേണ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹൂ കെയേഴ്സ് MLA ആരാണെന്ന് അവർ പറഞ്ഞില്ലെങ്കിലും തനിക്ക് നേരെ അയച്ച ചാറ്റുകളുടെയും മെസ്സേജുകളുടെയും ഒക്കെ കാര്യം അവർ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തി. ഹൂ കെയേഴ്സ് എന്ന് അവർ പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ അതേ കരുതു, അത് നമ്മുടെ ഓനെക്കുറിച്ചാണെന്ന് അവർ പറഞ്ഞു തുടങ്ങി. ഏതായാലും ഹൂ കെയേഴ്സ് MLA ഇപ്പോൾ വെട്ടിൽ വീണിരിക്കുകയാണ്. നേരത്തെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് CPMന്റെ സൈബർ സംഘങ്ങൾ നേതൃത്വം നൽകുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ക്യാമ്പയിനുകൾ, വലിയ അപവാദ പ്രചരണങ്ങൾ ഈ ഹൂ കെയേഴ്സ് MLAക്കെതിരെ നടന്നിരുന്നു. ചില ടെലിവിഷൻ അവതാരകരുമായി ഇയാൾക്കുള്ള ബന്ധത്തെക്കുറിച്ചും അതിനകത്തുണ്ടായ സംഭവവികാസങ്ങളെ കുറിച്ചുമെല്ലാം പൊടിപ്പും തൊകലും വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ഈ ഹൂ കെയേഴ്സ് MLA ആകട്ടെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. CPMനെ ഏത് സമയത്തും കയറി ആഞ്ഞടിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ചാഞ്ഞു കിട്ടിയപ്പോൾ CPM സൈബർ സേനകളെല്ലാം അവിടെ ഓടിക്കയറുകയാണ്. ഏതായാലും ചലനങ്ങൾ നിലച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടി, ഒരു ചലച്ചിത്ര താരം, ടെലിവിഷൻ അവതാരക ഹൂ കെയേഴ്സ് MLAയെ കുറിച്ച് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചതിന് ശേഷം ആ ക്ലിപ്പുകൾ കൂടുതലും പ്രചരിക്കുന്നത് കോൺഗ്രസ് സൈബർ സംഘങ്ങളുടെ മൊബൈൽ ഫോണിലാണ്. കഴിഞ്ഞ പ്രാവശ്യം CPMകാരാണ് അത് കൂടുതൽ പ്രചരിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങളാണ് ഇപ്പോൾ ഹൂ കെയേഴ്സ് MLAക്കെതിരെയുള്ള ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിക്കുന്നത്. ഒരു കാര്യം ഇപ്പോൾ ഉറപ്പാണ്, ഹൂ കെയേഴ്സ് MLAക്ക് മുന്നിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇപ്പോഴുള്ള മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് ഇടിവെട്ടും വണ്ണമായിരുന്നു. വലിയ നാടിളക്കിയുള്ള ക്യാമ്പയിനിങ് പ്രചരണം നടത്തി അദ്ദേഹം തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന അവസ്ഥയുണ്ടായി. അന്ന് ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ അഹമഹമിഹയ അവിടുത്തെ ജനങ്ങൾ അണിനിരന്നു വരികയായിരുന്നു. ആബാലവൃദ്ധം ജനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങി വന്ന് വോട്ട് ചെയ്തു. അങ്ങനെ കൂറുമാറ്റക്കാരൻ തവിടുപൊടിയായി. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. കാരണം ഹൂ കെയേഴ്സ് MLAയുടെ തനിനിറം ഏതാനും മാസങ്ങൾക്കുള്ളിൽ വ്യക്തമായി എന്നാണ് ആ പ്രദേശത്തെ ചില കോൺഗ്രസ്സുകാർ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല BJPക്ക് വളരെ ശക്തിയുള്ള പ്രദേശം കൂടിയാണ് ഈ ഹൂ കെയേഴ്സ് MLAയുടെ മണ്ഡലം. BJPക്ക് പരമ്പരാഗതമായി ശക്തിയുള്ള മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. BJPയുടെ ഒരു പുതിയ തലമുറ നായകനാണത്രേ അടുത്ത തവണ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കഴിഞ്ഞ തവണത്തെ BJPയുടെ നേതാവിനെ കുറിച്ച്, മത്സരിച്ച ആളെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നയാൾ അങ്ങനെ ആരോപണങ്ങൾ തീണ്ടാത്ത പക്ക RSSകാരൻ BJPക്കാരനാണത്രേ. അതുകൊണ്ട് ഹൂ കെയേഴ്സ് MLAക്ക് കഴിഞ്ഞ തവണത്തെ പോലെ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആരോപണം പുറത്തായതോടുകൂടി തന്നെ കോൺഗ്രസ്സുകാരും പതിയെ ഒന്ന് പിൻവലിച്ചു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർത്തപ്പോൾ കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങൾ കോട്ടകെട്ടി ഹൂ കെയേഴ്സ് MLAയെ പ്രതിരോധിച്ചെങ്കിൽ ഇപ്പോൾ അങ്ങനെ പ്രതിരോധിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതാക്കൾ പലരും ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞ് അടക്കം പറഞ്ഞു തുടങ്ങി. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹൂ കെയേഴ്സ് MLAയെ അവിടെ മത്സരിപ്പിക്കണോ അഥവാ ഇനി മത്സരിപ്പിച്ചാൽ അവിടെ വിജയിക്കുമോ, അല്ലെങ്കിൽ പഴയ താപ്പാനെ തന്നെ അവിടെ മത്സരിപ്പിക്കണോ? താപ്പാന ഏത് സമയം പൊടിയും തട്ടി വടക്കു നിന്ന് ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുകയാണെന്നാണ് കോൺഗ്രസ് നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം താപ്പാനയ്ക്ക് ഡൽഹിയിലെ തണുപ്പ് പിടിക്കുന്നില്ല, ചൂടും പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പഴയ തട്ടകത്തിലേക്ക് താപ്പാന തിരിച്ചു വരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഹൂ കെയേഴ്സ് MLAയെ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ കൊണ്ടുപോയി ഇടാമെന്നാണ് പാർട്ടി വിചാരിച്ചത്. ഇനി സ്വന്തം നാട്ടിലെ മണ്ഡലത്തിൽ കൊണ്ടുപോയി ഇട്ടാലും ഹൂ കെയേഴ്സ് MLA അവിടെ നിന്ന് ക്ലച്ച് പിടിക്കുമെന്നും കരപിടിക്കുമെന്നും ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. ഏതായാലും ഈ ചാറ്റിങ്ങും സന്ദേശങ്ങളും എല്ലാം വരുത്തുന്ന പണി ഇതാണ്. ഹൂ കെയേഴ്സ് MLA ഒരു കാലത്ത് സൂര്യതുല്യനായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ജ്വലിച്ചുയരുകയായിരുന്നു. ചെറുപ്പക്കാരനായ നേതാവാണെങ്കിൽ, യുവാവായ നേതാവാണെങ്കിൽ ഇങ്ങനെ വേണം. DYFI നേതാക്കളോടൊക്കെ നാട്ടുകാർ പറയും, ദാ അവനെ കണ്ടുപിടിക്കൂ, അവന്റെ സംസാരം കേട്ടില്ലേ, അവന്റെ പ്രവൃത്തി കണ്ടില്ലേ, അവന്റെ ആ ചടുലത കണ്ടില്ലേ, നിങ്ങൾക്കൊക്കെ എന്തിനു കൊള്ളാമെന്നുള്ള രീതിയിലാണ് ഹൂ കെയേഴ്സ് MLA ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരുമായ ആരാധകർ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അവരെല്ലാം പതിയെ കൈമടക്കുകയാണ്. കാരണം ഇത്തരത്തിൽ നിരന്തരമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക ചൂണ്ടിയുള്ള മെസ്സേജുകൾ അയച്ചു, ചാറ്റിംഗ് നടത്തി, പീഡനം തുടങ്ങിയുള്ള ആരോപണങ്ങൾ ഹൂ
അത് പാർട്ടിക്ക് തന്നെ വലിയ തലവേദനയായി മാറുകയാണ്. പാർട്ടിയുടെ ഒരു സീനിയർ ഉന്നതനായ നേതാവിനെ വെട്ടിയിട്ടാണ് ഹൂ കെയേഴ്സ് MLA അവിടെ നിന്ന് മത്സരിച്ചതെന്നാണ് പറയുന്നത്. അതിന്റെ ചുരുക്കം പാർട്ടിക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹൂ കെയേഴ്സ് MLA ഇനി അവിടെ നിർത്തണോ മറ്റ് മണ്ഡലങ്ങളിലേക്ക് മാറ്റണോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും അടക്കം പറയുന്നത്. ഏതായാലും ഹൂ കെയേഴ്സ് MLAക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇനി പഴയതുപോലെ കാര്യങ്ങൾ എളുപ്പമല്ല.